ഹായ് കൂട്ടുകാരെ, എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ഈ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പൂക്കളോട് ഇഷ്ടമാണോ? എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഞാനൊരു വീട്ടിലേക്ക് പോയാൽ ആദ്യം ആ മുറ്റത്ത് ചെല്ലുമ്പോഴേ അവിടെ എത്ര പൂക്കളുണ്ട്, ചെടികളുണ്ട്, അതൊക്കെയാണ് എൻ്റെ ശ്രദ്ധ കൂടുതൽ പോകുന്നത്. ഒരു വീടായാൽ ആ വീട്ടിലെ മുറ്റത്തുള്ള പൂച്ചെടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ആ വീടിന്. ഏത് വീട്ടിൽ പോയാലും ഞാൻ ചെടി കണ്ടാൽ എനിക്കില്ലാത്ത സൈസ് ചെടി അവിടുന്ന് ഞാൻ കൊണ്ടുവരും. നിങ്ങൾ കരുതും ചട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നടാൻ പറ്റുള്ളൂ. പക്ഷെ ചട്ടി മാത്രമല്ല, എനിക്ക് ഒരുപാട് പാത്രങ്ങളും കുപ്പികളും ചിരട്ട വരെ എൻ്റെ ഗാർഡനിലുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്കും പറ്റും. നമ്മുടെ മുറ്റം നല്ല പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. ഇത് യൂഫോർബിയാണ്. ഇതിന് നിറച്ച് മുള്ളുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ കയ്യാൽ കൊണ്ടു കയറുമൊന്നുമില്ല. ഇത് നല്ല മുഴുത്ത പൂവാണ്. ഇതിൻ്റെ പലതരം പൂക്കളുണ്ട്. മുഴുപ്പ് കുറഞ്ഞതും ചെറുതും വലുതുമായ പലതരം പൂക്കളുണ്ട്. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട. അധികം മഴയത്ത് നിർത്താൻ പാടില്ല, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതിനെ സംരക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതെല്ലാ കാലവും, മഴക്കാലവും വേനൽക്കാലവും പൂ തരുന്നതാണ്. അധികം വെള്ളം പാടില്ല. മഴയത്താകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഷേഡി വെക്കണം. അതിൻ്റെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് എന്തെങ്കിലും ഒരു മുറിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും കൊണ്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങില്ല. അങ്ങനെയാണ് ഇതിനെ പരിരക്ഷിക്കുന്നത്. ഇതിൻ്റെ വേറൊരു കളറാണിത്. ഇത് നല്ല മുഴുത്ത പൂവിൻ്റെയാണ്. ഇതിന് നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ അതിനും ഇതേപോലെ തന്നെ ഇത് ഇടയ്ക്ക് ഓരോ തണ്ടൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വെള്ളം ഇറങ്ങാതെ ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. വെള്ളം ഇറങ്ങിയാൽ ചീഞ്ഞു പോകും. അത് നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി. ഇത് ചുവപ്പാണ് ഇതിൻ്റെ കളറ്. ഇത് ഫോണിൽ കാണുമ്പം വേറെ എന്താ തിരിയുന്നതെന്ന് അറിയില്ല. ഇത് ചുവപ്പ് ആണ്. അതിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ്. വെറൈറ്റി ഇതാണ് ഇത്. അതിൻ്റെ ചെറിയ സൈസാണ്. ഇതും ഏകദേശം ഇതേപോലെ തന്നെ. ഇലയും തണ്ടും ഒക്കെ ഇച്ചിരി ചെറുതാണെന്ന് മാത്രം. മുള്ള് പതുക്കെ നമ്മൾ പിടിച്ചാൽ ഇതിൻ്റെ മുള്ള് കയ്യെ കൊള്ളുകയില്ല. ഇത് നടാനും വളർത്താനും ഒക്കെ എളുപ്പമാണ്. നമുക്ക് പൂക്കൾ അത്യാവശ്യമുള്ളവർക്ക് പൂക്കൾക്ക് വേണ്ടി ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. മറ്റിതിന് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാനിത് വർഷങ്ങളായി വളർത്തുന്നതാണ്. ഇതിൻ്റെ വേറൊരു കളറാണിത്. ഇത് രണ്ട് കളറിൻ്റെ, ഒരു ചുവപ്പ് ഒരു മഞ്ഞ, ഇങ്ങനെ ഒരു വെറൈറ്റി കളറായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതിങ്ങനെ ഇതൊരു ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇത് ഇത്രയൊക്കെ ആകുമ്പോഴത്തേന് ഇതിങ്ങനെ നിറച്ചും പൂവാകും. ചെറിയ മുറിച്ച് വെച്ച് പെട്ടെന്ന് തന്നെ ഇത് പൂവാകുന്നതാണ്. ഇതിനേക്കാളിലും കുറച്ചും കൂടി ചെറിയ ഒരെണ്ണമുണ്ട്. അതാണ് ഇത് ചെറിയൊരു പാട്ടയിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ചെറിയ പാത്രങ്ങൾക്കൂടെ നമുക്കിങ്ങനെ വെക്കാം. ഇതിന് ഇച്ചിരി കഞ്ഞിവെള്ളവും ഇച്ചിരി പിണ്ണാക്കും ഇട്ട് കലക്കിയാണേലും ഒരു ശകലം എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ ഇതിന് നന്നായിട്ട് പൂ വരും. ഇച്ചിരി ചാരം ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതോ ഇതിൻ്റെ വളമായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കണ്ട. ഇത് വേറൊരു കളറാണ്. ഇതും റോസും ഒരു ക്രീം പോലത്തെ ഇതും കൂടെ കൂടിയ ഒരു കളറാണ് ഇത് ഞാനാണെങ്കിൽ ഒരു മുട്ടായി ഭരണിക്ക് അകത്താണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ നിറച്ചും കണ്ടോ, ഇതേലെ പൂവുണ്ട്. ഇതെല്ലാം ഇങ്ങനെയാണ്. എൻ്റെ പാത്രങ്ങളൊക്കെ ചെറിയ പാത്രങ്ങളാണ്. പിന്നെ വേറൊരു കളറാണ് ഇതൊരു വെള്ളയായിരുന്നു. ഇതിൻ്റെ പൂമ്പൊടി വീണിട്ട് അതേലെ ഒരു ചെറിയ ചുമപ്പ് പോലെ വരുന്നുണ്ട്. ഇത് വൈറ്റ് കളറായിരുന്നു. ഇത് പൂ പോയി തീർന്നു. മഴയായതുകൊണ്ട് എല്ലാ ദിവസവും മഴയാണ്. ഇതൊരു മഞ്ഞ ചെറിയ പൂവാണ്. ഇത് നിറച്ചും പൂവുണ്ടാകുന്നതാണ്. ഇതിങ്ങനെ മഴയായതുകൊണ്ട് ഇത് പാത്രം നിറച്ചും ഉണ്ടായിരുന്നതാണ്. മഴയായതുകൊണ്ട് അത് ചീഞ്ഞ് ഇതുപോലെ ആയിപ്പോയി. ഇത് പാത്രത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇതൊരു മുട്ടായി പാത്രമാണ്. ഇതിനധികം വലിയ പാത്രങ്ങളോ അങ്ങനത്തെ ഒന്നും വേണ്ട.